വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ അട്ടിമറികൾ നടക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയ ചിത്രങ്ങൾ അടിമുടി മാറുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പല മണ്ഡലങ്ങളിലും UDF വൻ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുന്നു എന്ന കൃത്യമായ സൂചനകളാണ് പുതിയ വോട്ട് കണക്കുകൾ നൽകുന്നത്. പരിശോധിക്കപ്പെട്ട 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 13ഇടത്തും UDF വ്യക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള UDFന്റെ ശക്തമായ തിരിച്ചുവരവിന്റെ വിളംബരമായാണ് നേതൃത്വം ഈ കണക്കുകളെ വിലയിരുത്തുന്നത്. വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ ജില്ലയിലെ UDF മുന്നേറ്റം അക്ഷരാർത്ഥത്തിൽ LDFനെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം കൈവശം വെച്ചിരുന്ന വയനാട് ജില്ലാ പഞ്ചായത്ത് ഭരണം UDF നിഷ്പ്രയാസമാണ് കൈപ്പിടിയിലൊതുക്കിയത്. ജില്ലയിലെ ആകെയുള്ള 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF ആണ് അധികാരത്തിലേറിയത്. സുൽത്താൻ ബത്തേരി നഗരസഭയിലെ 20 ഡിവിഷനുകളിലും UDF കൈവരിച്ചത് ഐതിഹാസിക വിജയമാണ്. മാനന്തവാടി മണ്ഡലത്തിലെ കണക്കുകൾ നോക്കിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പമായിരുന്ന ഈ മണ്ഡലം ഇത്തവണ 11,548 വോട്ടിന്റെ വമ്പിച്ച ലീഡോടെ UDF തിരിച്ചുപിടിച്ചു. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് MLAയുടെ ജനപ്രീതി അനുദിനം വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന 5000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ 10,000-ലധികം വോട്ടിന്റെ ലീഡിലേക്കാണ് UDF ഉയർത്തിയത്. RJD പോലെയുള്ള ഘടകകക്ഷികളുടെ സ്വാധീനവും മണ്ഡലത്തിൽ UDFന് വലിയ കരുത്തായി മാറിയിട്ടുണ്ട്. CPIMന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി കരുതപ്പെട്ടിരുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തത് ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ്. ജില്ലയിലെ LDF കുത്തകയായിരുന്ന 17 ഗ്രാമപഞ്ചായത്തുകളാണ് ഇത്തവണ UDF സ്വന്തമാക്കിയത്. ഇതിൽ എടുത്തു പറയേണ്ടത് ബാലുശ്ശേരി മണ്ഡലമാണ്. കഴിഞ്ഞ തവണ സച്ചിൻ ദേവ് MLA 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇവിടെ ഇത്തവണ പഞ്ചായത്ത് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF 12,400 വോട്ടിന് മുന്നിലെത്താൻ സാധിച്ചു. വലിയൊരു വോട്ട് ഷിഫ്റ്റിംഗ് മണ്ഡലത്തിൽ നടന്നു എന്നത് വ്യക്തമാക്കുന്ന ചിത്രമാണ് മണ്ഡലത്തിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ തെളിഞ്ഞു വന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതിനിധീകരിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിലും LDFന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ തവണത്തെ 28,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ വെറും 1,300 വോട്ടിലേക്ക് ചുരുങ്ങി. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ MLAയുടെ 22,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷവും ചീട്ടുകൊട്ടാരം പോലെയാണ് തകർക്കപ്പെട്ടത്. ഇവിടെ UDF 2,000-ഓളം വോട്ടിന്റെ ലീഡുമായിട്ടാണ് മുന്നേറ്റം നടത്തിയത്. കൊയിലാണ്ടി മണ്ഡലത്തിലും ഏതാണ്ട് 4,000-ഓളം വോട്ടിന്റെ മുന്നേറ്റം കാഴ്ചവെക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ LDF വിജയിച്ച മണ്ഡലങ്ങളിലാണ് UDF ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷം നേടി അട്ടിമറി വിജയം നേടിയതെന്നത് ശ്രദ്ധാർഹമാണ്. മലയോര മേഖലയായ തിരുവമ്പാടിയിൽ 24,000 വോട്ടിന്റെ റെക്കോർഡ് ലീഡാണ് UDF നേടിയത്. കുന്നമംഗലത്ത് 12,000-ലധികം വോട്ടിന്റെ ലീഡ് UDF പിടിച്ചെടുത്തപ്പോൾ കൊടുവള്ളിയിൽ MK മുനീറിന് തന്റെ ഭൂരിപക്ഷം 20,000-ന് മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചു. വടകരയിൽ KK രമയുടെ നേതൃത്വത്തിൽ UDFന് 8,000-ഓളം വോട്ടിന്റെ ലീഡ് നിലനിർത്താൻ സാധിച്ചു. AK ശശീന്ദ്രന്റെ എലത്തൂരിലും തോട്ടത്തിൽ രവീന്ദ്രന്റെ കോഴിക്കോട് നോർത്തിലും മാത്രമാണ് LDFന് നേരെ ലീഡെങ്കിലും നിലനിർത്താനായത്. എന്നാൽ അവിടെയും വോട്ടുകളിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നത് UDFന് ശുഭവാർത്തയാണ്. ഭരണവിരുദ്ധ വികാരം വടക്കൻ കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ വോട്ട് കണക്കുകൾ. അമിത ആത്മവിശ്വാസമാണ് തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ ഗോവിന്ദൻ മാസ്റ്റർ ശ്രമിക്കുമ്പോൾ അതല്ല, പിണറായിയും സർക്കാരും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഭരണവിരുദ്ധ വികാരമാണ് ചെങ്കോട്ടകൾ പോലും തകർത്തെറിയപ്പെടാൻ കാരണമെന്ന് കോൺഗ്രസ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ജനപക്ഷത്തു നിന്നുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരമായാണ് ഈ മുന്നേറ്റത്തെ കാണുന്നത്. 2026-ൽ കേരളത്തിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള UDFന്റെ പ്രയാണത്തിന് വലിയ ഊർജ്ജമാണ് ഈ ജില്ലകളിലെ വിജയഗാഥ നൽകുന്നത്.